പുതിയ തീരുമാനങ്ങളും ആശയങ്ങളുമുള്ള കുറച്ച് പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാം ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ. എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക്. ക്യാമ്പസുകളിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾക്ക് എക്കാലത്തും അതിൻ്റേതായ യുവത്വവും എനർജിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അത്തരത്തിൽ വളരെ എനർജറ്റിക് ആയ ഒരു മ്യൂസിക് ബാൻഡിനെയാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ചേർന്ന് രൂപീകരിച്ച ബിംബ്ലോട്ടിക്ക എന്ന മ്യൂസിക് ബാൻഡ്. ഹായ്, ഞങ്ങൾ ഗേൾസ് ഓൺലി മ്യൂസിക് ബാൻഡായ ബിംബ്ലോട്ടിക്കയുടെ മെമ്പേഴ്സാണ്. ഇത് ഡ്രമ്മർ കൃഷ്ണകല RS, വോക്കലിസ്റ്റ് നിരിയ വേണുഗോപാൽ, വോക്കലിസ്റ്റ് ആൻഡ് കീബോർഡിസ്റ്റ് അനീറ്റ ജോൺ, ഞാൻ വോക്കലിസ്റ്റ് ഗോപിക. ഈ ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം ബാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഗേൾസ് ഓൺലി മ്യൂസിക് ബാൻഡാണ് എന്നതാണ്. കേരളത്തിൽ അധികം ഗേൾസ് ഓൺലി മ്യൂസിക് ബാൻഡ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മ്യൂസിക് ബാൻഡ് ഉണ്ടായത് കോളേജിന് ഉള്ളിൽ നിന്നാണ് പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലേക്ക് ഉണ്ടാവുന്നത് നിലിയയ്ക്കാണ്. ഒരു മ്യൂസിക് ബാൻഡ് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് ഗോപികനെ കാണുന്നത്. ഗോപികയുടെ അടുത്ത് പറഞ്ഞു ഈ ആശയം. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ നമുക്കൊരു ബാൻഡ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. അവൾ സീരിയസ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഓക്കെ ചെയ്യാം എന്നൊരു സമ്മതത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ടാണ് നിരിയ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നിരിയുടെ സ്കൂളിൽ പഠിച്ച കൃഷ്ണകല എന്ന് പറഞ്ഞൊരു കിടിലം ഡ്രമ്മർ നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണകലയെ പോയി കണ്ടു. അല്ല, കൃഷ്ണകലയല്ല, ഞങ്ങളുടെ കേക്കയുടെ പെർഫോമൻസ് ഞാൻ സ്കൂളിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങളൊരു സ്കൂളിലായിരുന്നു. പിന്നെ കൂടാണ്ട് കോളേജിൽ അവൾ പെർഫോം ചെയ്തിരുന്നു. അന്ന് ഞാനും ഗോപികയും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നിന്നിരുന്നു. അങ്ങനെ അവൾ തന്നെ അപ്പോൾ ഡ്രമ്മർ എന്ന് വിചാരിച്ചു. പക്ഷെ ചോദിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. കേക്ക് പോയി കണ്ടപ്പോൾ അത് അതിനേക്കാൾ സന്തോഷമായി. കേക്ക് അതിനപ്പുറം ആഗ്രഹമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിനെ പറ്റി ബാൻഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എൻ്റെ ഒരുപാട് മറ്റ് വശങ്ങളൊക്കെ കേക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഞങ്ങൾ സീരിയസ് ആയി. അങ്ങനെ ഒരു ഡ്രമ്മറായി. പിന്നെ ഗിറ്റാറിസ്റ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാൻഡിൽ ഇപ്പോൾ അയാളില്ല, ചാരുവിൻ്റെ അടുത്ത് ചോദിച്ചു. ചാരു ഓക്കെ പറഞ്ഞു. അപ്പോൾ ഗിറ്റാറിസ്റ്റുമായി. പിന്നെ ഒരു കീബോർഡിസ്റ്റ് വേണം. എല്ലാവരും പറഞ്ഞു കീബോർഡ് എന്തായാലും വേണമല്ലോ ഒരു ബാൻഡ് ആകുമ്പോൾ. കീബോർഡ് ഇല്ലാത്ത ബാൻഡും ഉണ്ട്, പക്ഷേ എന്തായാലും ഒരു കീബോർഡും കൂടെ വേണം എന്ന് ഞങ്ങൾക്കൊന്നും കൂടെ തോന്നി. അങ്ങനെ ഒരു കീബോർഡിസ്റ്റിനെ തപ്പിയിറങ്ങി. കീബോർഡിസ്റ്റ് പെൺകുട്ടികൾ
എന്താ പറയുക പഠിക്കുന്നവരുണ്ട്, പക്ഷേ ഇതൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ബാൻഡൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നവർ കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഗോപിക തന്നെ പറഞ്ഞു ഒരാളുണ്ട്. അനീറ്റ ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെ കോളേജിലുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ നേരത്തെ പഠിച്ചതുമാണ്. അപ്പോൾ ഞങ്ങൾ അനീറ്റയെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അനീറ്റയെടുത്ത് ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ വളരെ പാഷനേറ്റായ ഒരു മ്യൂസിക് ലവറാണ് അനീറ്റയും ഈ ബാൻഡ് ചെയ്യുന്നതിനെ പറ്റി ഭയങ്കര ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. ഒരാളുകൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജു. പുള്ളിക്കാരി ഇപ്പോൾ ഇല്ല, വോക്കലിസ്റ്റ് ആയിരുന്നു കേട്ടോ, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ ഇതൊരു ബാൻഡായിട്ട് ഫോം ചെയ്തു.